കോൺഗ്രസിനകത്തെ തമ്മിലടി കേരള NGO അസോസിയേഷനിലേക്കും വ്യാപിച്ചതോടെ NGO അസോസിയേഷൻ പിളർന്നു. അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ കൂട്ടത്തല്ല്. പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ച വിമത വിഭാഗം. അതേസമയം പ്രസിഡന്റ് താൻ തന്നെയെന്ന് ചവറ ജയകുമാർ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുൻപിൽ വെല്ലുവിളിയുമായി ഇരു വിഭാഗങ്ങളും. KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത കൗൺസിൽ യോഗത്തിലാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലിയത്. തുടർന്ന് കൗൺസിൽ അജണ്ട പൂർത്തീകരിക്കാതെ KPCC നേതാക്കളും നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാറും ഇറങ്ങിപ്പോയി. തുടർന്നാണ് നിലവിലെ ജനറൽ സെക്രട്ടറി AM ജാഫർ ഖാനെ വിവിധ വിഭാഗം പ്രസിഡന്റായി പ്രഖ്യാപിച്ചത്. പിളർപ്പിന് കാരണം KPCC ജനറൽ സെക്രട്ടറി M. ലിജുവിന്റെ പിടിപ്പുകേടെന്ന് വിവിധ വിഭാഗം നേതാക്കൾ വ്യക്തമാക്കി. KPCCയെ പ്രതിഷേധം അറിയിച്ചതായും നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ ഏകദേശം 800-ലധികം വരുന്ന കൗൺസിൽ അംഗങ്ങൾക്ക് രേഖാമൂലം നോട്ടീസ് കൊടുത്തുകൊണ്ട് അജണ്ട സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ യോഗം വിളിച്ചു കൂട്ടിയത്. അവിടെ ഏകദേശം 560ഓളം പേരുടെ പിന്തുണ പരസ്യമായി രേഖപ്പെടുത്തിയ AM ജാഫർ ഖാൻ എന്ന ഇതാണ് നമുക്ക് തന്ന എല്ലാവർക്കും ഇതുപോലുള്ള നോട്ടീസ്. സംസ്ഥാന കൗൺസിൽ ഓഫീസിന്റെ നിയന്ത്രണം നിലവിലെ പ്രസിഡന്റ് ചവറ ജയകുമാറിനെ അനുകൂലിക്കുന്നവർ ഏറ്റെടുത്തതോടെ ഓഫീസിന് മുന്നിൽ ഇരുചേരികളായി തിരിഞ്ഞ് പ്രവർത്തകർ വെല്ലുവിളിച്ചു. എന്നാൽ പ്രസിഡന്റ് താൻ തന്നെയെന്ന് ചവറ ജയകുമാർ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് തലയ്ക്ക് വെളിവുള്ള ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു പോയതാണ്. അല്ലാതെ ഇന്ന് അങ്ങനെ ഒരു അജണ്ടയോ അങ്ങനെ ഒരു കാര്യങ്ങൾ അത് അയാൾ തന്നെ ഒപ്പിട്ട് ജനറൽ സെക്രട്ടറി എന്ന പദവി ദുരുപയോഗം ചെയ്തിട്ടുള്ള. കഴിഞ്ഞ 5 വർഷമായി ചവറ ജയകുമാറാണ് അസോസിയേഷൻ പ്രസിഡന്റായി തുടരുന്നത്. കോൺഗ്രസിലെ നിലവിലെ തർക്കങ്ങളാണ് NGO അസോസിയേഷനിലേക്കും പടർന്നതെന്നാണ് വിലയിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.